Hi dears, we were discussing the chapter Integration in Vector Field. In this video lecture, we would like to discuss the path independence and conservative field. We know that the work done by a force F which acting on a body, acting on a particle, which makes moving the particle from a point A to another point B along a curve C, then C given by RT, then the work done is given by W equal to integral A to B along the curve C F dot dr. അപ്പോൾ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള സി എന്ന് പറയുന്ന പാത്തിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ സാധാരണ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഒരു സം പെർട്ടിക്കുലർ എഫ് എന്ന് പറയുന്ന ഫീൽഡുകൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഈ ഒരു കേർവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എ ബി എന്ന് പറയുന്ന എൻ പോയിന്റുകളിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ the integral f dot dr is path independent and the function f is and the field f is conservative. The field f is conservative on D. Okay, അപ്പോൾ f conservative എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ f dot dr എന്നുള്ള ഇന്റഗ്രൽ f dot dr എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കണം. Let f be a field defined on a ഇതിന്റെ definition, let f be a field defined on an open region D in space, and suppose that for any 2 points A and B in D, the work done integral A to B f dot dr in moving from A to B is the same for all paths from A to B, then the integral f dot dr is path independent in D and the field f is conservative on D. അപ്പോൾ f എന്ന് പറയുന്ന ഫീൽഡ് കൺസർവേറ്റീവ് ആവുക എന്നുള്ളത് കൺസർവേറ്റീവ് ആണ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് പാത്ത് ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ്. ഇപ്പോൾ അണ്ടർ ഡിഫറൻഷ്യബിലിറ്റി കണ്ടീഷൻസ് നോർമലി മെറ്റ് ഇൻ പ്രാക്ടീസ് എ ഫീൽഡ് എഫ് ഈസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് എ സ്കാലർ ഫംഗ്ഷൻ എഫ്, ദാറ്റ് ഈസ് if and only if there is f equal to del f for some f. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു റിസൾട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആവുന്നത് അവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു സ്കാലർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ്, such that f equal to del f. If f is a field defined on D and f equal to del f for some scalar function f on D, then f is called potential function for f. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു എഫ് എന്നുള്ള സ്മോൾ എഫ് എന്നുള്ള സ്കാലാർ ഫംഗ്ഷൻ, ഇത് സ്കാലാർ ഫംഗ്ഷൻ ആണ്. ഈ സ്കാലാർ ഫംഗ്ഷനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ സ്കാലാർ ഫംഗ്ഷൻ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? എഫ് ഈക്വൽ ടു ഡെൽ എഫ് എന്നുള്ള ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എഫ് എന്നുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽസ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, പീസ് വൈസ് സ്മൂത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സ്മൂത്ത് കർവുകൾ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്ത് കിട്ടുന്ന കർവിനെയാണ് നമ്മൾ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുന്നത്. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഫൈനൈറ്റ്ലി മെനി സ്മൂത്ത് പീസസ് കണക്റ്റഡ് എൻഡ് ടു എൻഡ്. നെക്സ്റ്റ് ഓപ്പൺ എന്ന് പറയുന്നത്, ഒരു റീജിയൻ ഓപ്പൺ ആണ് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ പോയിന്റ്സും ഇന്റീരിയർ പോയിന്റ്സ് ആകുമ്പോഴാണ് റീജിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. അതായത് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റ് സെന്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു നൈബർഹുഡ് നമുക്ക് ഈ ഒരു ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് ഈ ഒരു റീജിയനെ നമ്മൾ ഓപ്പൺ റീജിയൻ ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് കണക്റ്റഡ്. കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയനിലുള്ള ഏത് രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും അവയെ നമുക്ക് ഒരു സ്മൂത്ത് കർവ് കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ റീജിയന്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രണ്ട് പോയിന്റ്സുകളെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് കണക്റ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ആയിരിക്കും. ഇതിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലേക്ക് നമുക്ക് ഈ ഒരു കർവിനെ നമ്മൾ ക്ലോസ്ഡ് കർവിനെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്ലോസ്ഡ് കർവിനെ നമുക്ക് ചുരുക്കി ഈ പോയിന്റിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. എവറി ലൂപ്പ് ഓർ ക്ലോസ്ഡ് കർവ് ഇൻ D can be continuously shrunk to any point in D without leaving D.
ഡിയിൽ നിന്ന് പുറത്ത് കിടക്കാത്ത രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒരു പോയിന്റിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. അതാണ് സിംപ്ലി കണക്റ്റഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ തിയറം, ഫണ്ടമെന്റൽ തിയറം ഓഫ് ലൈൻ ഇന്റഗ്രൽസ്. Let f equal to mi plus nj plus pk be a vector field whose component functions are continuous throughout an open connected and simply connected region D in space. Then there exists a differentiable function f such that f equal to del f equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk if and only if for all points a and b in D the value of integral a to b f dot dr is independent of path joining a to b in D. If the integral is independent of path from a to b, its value is integral a to b f dot dr is equal to fb minus fa. അപ്പോൾ നമ്മളിവിടെ ഒരു തന്നിട്ടുള്ള ഫീൽഡ് f ഈക്വൽ ടു mi പ്ലസ് nj പ്ലസ് pk. ഇതിന്റെ കമ്പോണന്റ് ഫങ്ഷൻസ് ആയിട്ട് വരുന്ന m, n, p എന്നുള്ളത് നമ്മൾ ഈ ഒരു d എന്ന് പറയുന്ന റീജിയനിൽ കണ്ടിന്യൂസ് ആണ്. ഡി എന്ന് പറയുന്ന റീജിയനിൽ കണ്ടിന്യൂസ് ആണ് എമ്മും എന്നും പിയും. ഇനി ഡി എന്ന് പറയുന്ന റീജിയൻ എന്ന് പറയുന്നത് ഓപ്പൺ കണക്റ്റഡും സിംപ്ലി കണക്റ്റഡും ആയിട്ടുള്ള റീജിയൻ ആണ് ഡി എന്ന് പറയുന്നത്. ഓപ്പൺ കണക്റ്റഡ് എന്താണ്, സിംപ്ലി കണക്റ്റഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. ഓക്കെ, എഫിന് ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഡി എന്ന് പറയുന്ന റീജിയനിലുള്ള ഏത് രണ്ട് പോയിന്റ്സ് എയും ബിയും എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. അതേപോലെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇതേപോലെ ഫീൽഡ് കൺസർവേറ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എഫ് ബി മൈനസ് എഫ് എ എന്നുള്ള ഫോമിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് തിയറം പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലം, ഷോ ദാറ്റ് ദി ഇന്റഗ്രൽ of f equal to 2xi plus 2yj plus 4zk is independent of path in any domain in space. Also evaluate the integral over a curve C with initial point a 0 0 0 and terminal point b 2 2 2. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു 2xi plus 2yj plus 4zk എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത്, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത്, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. 2x എന്നുള്ളതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. 2y എന്നുള്ളതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ സ്ക്വയർ എന്ന് കിട്ടും. 4z എന്നുള്ളതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2z സ്ക്വയർ എന്നുള്ളത് കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കുക. ഇതിനെ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു കേസ് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ എന്നുള്ള ഫോമിൽ എടുക്കുക. ഇനി ഇതിൽ നമ്മൾ ഡെൽ എഫ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷന്റെ ഡെൽ എഫ് കണ്ടു കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 2xi എന്ന് കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2yj എന്നുള്ള ഫോമിൽ കിട്ടും. ഡോ എഫ് ബൈ ഡോ z എന്ന് പറയുന്നത് 4zk എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഹിയർ എഫ് ഈക്വൽ ടു 2xi plus 2yj plus 4zk. By inspection we can see that if we choose f equal to x square plus y square plus 2z square, then for any point x, y, z in space, del f equal to 2xi plus 2yj plus 4zk equal to f. Therefore, the field f is conservative on any open region D in space, and hence the integral of f is independent of path in any domain in space. അപ്പോൾ del f equal to f എന്നുള്ള ഫോമിൽ നമുക്ക് സ്മോൾ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്ന ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. ഇത് നമ്മൾ സ്പേസിലുള്ള അല്ലെങ്കിൽ ഏത് പോയിന്റ് എക്സും വൈയും സെഡും എടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ട് ട്രൂ ആയിരിക്കും. അതുകൊണ്ട് ഇന്റഗ്രൽ എ ടു ബി എന്ന് പറയുന്ന ഏത് എയും ബിയും എടുത്തു കഴിഞ്ഞാലും ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് 0 0 0നെയും 2 2 2 എന്ന് പറയുന്ന പോയിന്റ്സിനെയും ജോയിൻ ചെയ്യുന്നതാണ് എങ്കിൽ
ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തിയറത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്നത് എഫ് ബി മൈനസ് എഫ് എ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇവിടെ എഫ് ഓഫ് 222 മൈനസ് എഫ് ഓഫ് 000 ഈക്വൽ ടു 16 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 16 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മളൊരു തിയറം കൂടെ ഡിസ്കസ് ചെയ്യുന്നു. ക്ലോസ്ഡ് loop property of conservative field. The following statements are equivalent. The field F is conservative on D. Integral F dot dr equal to 0 around every closed loop in D. അപ്പോൾ തിയറത്തിൽ പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻസ്, ഈ രണ്ട് കാര്യങ്ങൾ ഇക്വിവാലന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു കഴിഞ്ഞാൽ രണ്ടാമത്തതും സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 1 implies 2 and 2 implies 1 എന്നുള്ള ഇതാണ് റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എഫ് കൺസർവേറ്റീവ് ആണ്. എഫ് കൺസർവേറ്റീവ് ആണ് എങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0 എവരി ക്ലോസ്ഡ് ലൂപ്പ് ഇൻ ഡി എന്നുള്ളത്. നമ്മൾ ഇന്റഗ്രൽ എ ടു ബി നമ്മൾ പറഞ്ഞു കൺസർവേറ്റീവ് ആണ് എങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുക. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന രണ്ട് പോയിന്റ്സ്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള രണ്ട് പോയിന്റ്സ് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് എടുക്കുക. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പിനെ സീനെ നമുക്ക് എ ടു ബി ഉള്ള കർവ് ആയിട്ടും അതേപോലെ പ്ലസ് യൂണിയൻ അല്ലെങ്കിൽ ഇതിന്റെ യൂണിയൻ ബി ടു എ എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളതിന് നമുക്ക് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ പ്ലസ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഡോട്ട് ഡി ആർ എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും എലോങ് ദി കർവ് സി. അപ്പോൾ ഇന്റഗ്രൽ എ ടു ബിയും ഇന്റഗ്രൽ ബി ടു എ എന്ന് പറയുന്നതും വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ ഇത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിന്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. അതിന്റെ പ്രൂഫ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രൂഫ് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു തിയറം കൂടെ നമ്മൾ പറഞ്ഞു. ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനൊരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സമയത്തും ഒന്ന് ഒബ്സർവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൺസർവേറ്റീവ് ആണോ എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതാണ് നമ്മൾ നെക്സ്റ്റ് തിയറത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. Let f equal to mi plus nj plus pk be a field whose component functions have continuous first partial derivatives, then f is conservative if and only if dou m by dou y equal to dou n by dou x, dou n by dou z is equal to dou p by dou y, dou p by dou x is equal to dou m by dou z. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കൺസർവേറ്റീവ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ്. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്, അതേപോലെ ഡോ എൻ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ, ഡോ എൻ ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ വൈ. നെക്സ്റ്റ് ഡോ പി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ എം ബൈ ഡോ സെഡ്. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഈ എഫ് എന്നുള്ള ഫീൽഡ് കൺസർവേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഇനി നമ്മൾ റിമാർക്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ദി എബവ് തിയറം, ദി കമ്പോണന്റ് ടെസ്റ്റ് ഫോർ കൺസർവേറ്റീവ് ഫീൽഡ് ഈസ് വാലിഡ് ഫോർ ഡൊമൈൻസ് ദാറ്റ് ആർ നോട്ട് വാലിഡ് ഫോർ ഡൊമൈൻസ് ദാറ്റ് ആർ നോട്ട് സിംപ്ലി കണക്റ്റഡ്. സിംപ്ലി കണക്റ്റഡ് ആവുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു കമ്പോണന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആവുന്നത്. സിംപ്ലി കണക്റ്റഡ് അല്ല എങ്കിൽ ഈ ഒരു കണ്ടീഷൻ വാലിഡ് ആവണം എന്നില്ല. അതിനിവിടെ എക്സാമ്പിൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു റിമാർക്കും കൂടെ ഉണ്ട്. Once we know that f is conservative, we usually want to find a potential function for f. അപ്പോൾ സാധാരണ രീതിയിൽ എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻ ഇതിന്റെ എഫിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ദിസ് റിക്വയർസ് ദി സോൾവിംഗ് ദി ഇക്വേഷൻ ഡെൽ എഫ് ഈക്വൽ ടു എഫ്. ഡെൽ എഫ് ഈക്വൽ ടു എഫ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചുള്ള ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. ഡെൽ എഫ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ്
I plus dou f by dou y j plus dou f by dou z k is equal to f എന്ന് പറയുന്നത് m I plus n j plus p k. അതായത് നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. dou f by dou x is equal to dou f by dou x is equal to m, dou f by dou y equal to n, dou f by dou z is equal to p എന്നുള്ള ഈ 3 ഇക്വേഷൻസ് കിട്ടും. ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? f എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.